ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഥ്യമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത്, നമുക്കറിയാം ചമ്മന്തി പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് പിഴുപുളിയാണ്. പഥ്യമുള്ളവർക്ക് പിഴുപുളി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തോട്ടുപുളിയാണ്. അതിനായിട്ട് ഞാൻ ഒരു തോട്ടുപുളി, ഒരു മുറി തോട്ടുപുളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണിത്. പിന്നെ ഒരു കൊച്ചുള്ളി, അത് ചേർക്കാൻ പറ്റുന്നവർക്ക് ചേർക്കാം, ചേർക്കണ്ടാത്തവർ കൊണ്ട് ചിലർ അത് ചേർക്കണ്ട. കൊച്ചുള്ളിയുടെ ഒരു മണ്ട ഞാൻ ഇടുന്നുണ്ട്. ഇത് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ആർക്കും വായിക്കാകാൻ പൊട്ടത്തില്ല. ഇതങ്ങ് പൊടിഞ്ഞ് ചേരുകയും ചെയ്യും, യാതൊരു രുചി വ്യത്യാസവും ഇല്ല. പിന്നെ അല്പം ഇഞ്ചി, ഇനി ഒരു ടീസ്പൂൺ കുരുമുളക്, അതും ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഉപയോഗിക്കേണ്ട. നാരകത്തിൻ്റെ ഇലയൊക്കെ അൾസർ പിന്നെ അതുപോലുള്ള രോഗമുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിഴുപുളി, ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്നവർക്കും അൾസർ ഉള്ളവർക്കും ഒക്കെ പിഴുപുളി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് അസിഡിറ്റി ഉള്ള നാരകത്തിൻ്റെ സിട്രിക് ആസിഡ്. അപ്പോൾ നാരകത്തിൻ്റെ ഇല ഇടുന്നില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒരു തേങ്ങയിൽ ഒരു മുറി തോട്ടുപുളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അല്പം ഇഞ്ചി, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം ചുവന്നുള്ളി. ഇനി നമുക്കിതൊന്ന് തേൻ പരുവാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് വാടി അതിലേക്ക് 2 കതുപ്പ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേൻ നിറമാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങ മൂത്ത് തേൻ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഇതിനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു സ്വല്പം മല്ലിപ്പൊടി. ചിലരൊന്നും മല്ലിപ്പൊടി ചേർക്കത്തില്ല, ഞാൻ ചേർക്കുന്നത്. പ്രായമുള്ളവരാണ് ചമ്മന്തിപ്പൊടി ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് നെഞ്ചരിച്ചിൽ ഉള്ളവരാണ് നെഞ്ചരിച്ചിലുണ്ടാവുക. അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ജീരകം. പിന്നെ കായം ഉപയോഗിക്കാൻ പറ്റുന്നവരാണ് കായപ്പൊടി ചേർത്താൽ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉലുവ ഉപയോഗിക്കാവുന്നവർ അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർക്കും. ഇത്രയുള്ള പൊടികൾ. ഇത് തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ചമ്മന്തി വറക്കാൻ പരുവത്തിന് തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് പുളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത് കൊണ്ട് ഉള്ളി പറക്കിയാണ്. അതിനുള്ളി പറക്കി അതിനകത്ത് കുരുമുളകും പറക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കണം. പൊടിച്ചിട്ട് പഥ്യമുള്ളവർക്ക്, ഉപ്പ് കൂട്ടാൻ പറ്റാത്തവർക്ക് ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത്. കാരണം ഞാൻ ഇന്ദുപ്പാണ് പഥ്യമായതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടി ഇന്ദുപ്പൂടെ ചേർത്താണ് പൊടിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു തേങ്ങയേ ഉള്ളൂ. അപ്പം അതിൻ്റെ പരുവത്തിന് 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഈ സ്പൂണിന് 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് പൊടിച്ചതിനകത്ത് ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ഉപ്പും പുളിയൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് നോക്കാം. ഉപ്പുണ്ട്, നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇനി ചേർക്കാം. പിന്നെ ഒന്ന് പൊടിക്കാം. നമ്മുടെ തോട്ടുപുളി ഇട്ട് പൊടിച്ച ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന്
ഉപ്പും പുളിയും എരിയും എല്ലാം നല്ലതുപോലുണ്ട്. പിന്നെ തോട്ടുപുളിയും മുളകും തേങ്ങയും ഉപയോഗിക്കാൻ പറ്റുന്ന പഥ്യക്കാർക്കെല്ലാം ഏത് ആയുർവേദ മരുന്നിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പഥ്യം നോക്കുന്നവരൊക്കെ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.